കോമ്പറ്റിറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 2 ആദ്യകാല രാഷ്ട്രങ്ങൾ. ഒളിമ്പിക്സ്. പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒളിമ്പിക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഹാൻഡ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് ആദ്യമായിട്ടുള്ള പുരാതന ഒളിമ്പിക്സ് തുടങ്ങുന്നത് BC 776 പുരാതന ഒളിമ്പിക്സ് തുടങ്ങുന്നത് BC 776 ഗ്രീസിലെ പെലപ്പൊനീസ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഗ്രീസിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് തുടങ്ങുന്നത്. BC 776 പെലപ്പൊനീസ് എന്ന സ്ഥലത്ത് വെച്ച്. ഇന്ന് കാണുന്ന ആധുനിക ഒളിമ്പിക്സിലേക്ക് എത്തുന്നത് 1896 തുടക്കം കുറിക്കുന്നത്. ബാരൻ പിയറി ഡി കുബർട്ടിനാണ് നേതൃത്വം നൽകുന്നത്. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങുന്നത് 1896 ബാരൻ പിയറി ഡി കുബർട്ടിനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓരോ ചരിത്രത്തിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് രാഷ്ട്രങ്ങളെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. ആദ്യം ഗ്രീസ്. ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസിൻ്റെ സ്ഥാനം. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് രാജ്യം സ്ഥിതി ചെയ്യുന്നത്, യൂറോപ്പിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്ത്. ഗ്രീക്കിൽ നഗരരാഷ്ട്രങ്ങളായിരുന്നു പ്രധാനം. എന്താണ് നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടുള്ള നഗരങ്ങളും അതിനെ സംബന്ധിച്ച് ചുറ്റും വരുന്ന ഗ്രാമങ്ങളും ചേർന്നിട്ടാണ് നഗരരാഷ്ട്രം രൂപപ്പെടുന്നത്. നഗരരാഷ്ട്രങ്ങളെ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് പോളിസ് എന്നാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീക്കിൻ്റെ സ്ഥാനം. നഗരരാഷ്ട്രങ്ങൾ എന്താണെന്ന് നോക്കാം. നഗരവും ചുറ്റുമുള്ള ഗ്രാമങ്ങളും ചേർന്ന് രൂപപ്പെടുന്നതാണ് നഗരരാഷ്ട്രങ്ങൾ. ഗ്രീസിൽ നഗരരാഷ്ട്രങ്ങളെ പറയുന്നത് പോളിസ് എന്നാണ്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് നഗരരാഷ്ട്രങ്ങൾ ചേർന്നിട്ടാണ് ഗ്രീസ് ഉണ്ടാവുന്നത്. അതിൽ ചരിത്ര പ്രധാനമുള്ള 4 നമ്മൾ കാണുന്നത്. ഏഥൻസ്, തീബ്സ്, കൊറിന്ത്, സ്പാർട്ട. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏഥൻസ്, തീബ്സ്, കൊറിന്ത്, സ്പാർട്ട. ഏഥൻസിൻ്റെ പ്രാധാന്യം. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുക്കുന്നത് ഏഥൻസിലാണ്. ജനാധിപത്യം ആദ്യം തുടങ്ങിയത് എവിടെ, ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഗ്രീസാണ്. ഗ്രീക്കിൽ ഏഥൻസിലാണ് ജനാധിപത്യം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. ഗ്രീസിലെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ പൗരന്മാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പൗരന്മാരാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. ഗ്രീസിൽ പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയാണ്? സ്വതന്ത്രരായിട്ടുള്ള പുരുഷന്മാരാണ് അവിടെ പൗരന്മാരായി കണക്കാക്കിയത്. സ്ത്രീകൾ, വിദേശികൾ, അടിമകൾ ഇവരൊക്കെ ഇതിൽ നിന്ന് ഒഴിവായിരുന്നു. സ്ത്രീകളും വിദേശികളും അടിമകളൊക്കെ പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നില്ല. സ്വതന്ത്രരായ പുരുഷരാണ് ഏഥൻസിൽ പൗരരായിട്ട് കണക്കാക്കിയിരുന്നത്. പെരിക്ലിസ് ഭരണാധികാരിയുടെ കാലത്താണ് ജനാധിപത്യം ഏഥൻസിൽ വിപുലമാവുന്നത്. പെരിക്ലിസിൻ്റെ കാലത്താണ് ജനാധിപത്യം വിപുലമാക്കിയത്. സ്പാർട്ട. മറ്റൊരു നഗരരാഷ്ട്രമാണ് സ്പാർട്ട. ഏഥൻസിൽ ജനാധിപത്യ ഭരണം നിൽക്കുമ്പോൾ സ്പാർട്ടയിൽ പ്രഭുഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. സ്പാർട്ട പ്രഭുഭരണമാണ് ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. യുദ്ധങ്ങളാണ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം. യുദ്ധങ്ങൾ. ഗ്രീസും പേർഷ്യയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തെ ഈ യുദ്ധത്തിൽ കീഴടക്കുന്നു. ഗ്രീസും പേർഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ ചേർന്ന് പേർഷ്യയെ ഇതിൽ കീഴടക്കുകയാണ് ചെയ്യുന്നത്. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ തമ്മിലായിരുന്നു. സ്പാർട്ടയും ഏഥൻസും തമ്മിലാണ് പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ നടന്നത്. ഇവിടെ സ്പാർട്ട ഏഥൻസിനെ ആക്രമിച്ച് കീഴടക്കുന്നു. സ്പാർട്ടയാണ് പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങളിൽ വിജയിക്കുന്നത്.
ദെൻ മാരത്തൺ ഓട്ടം, ഇതത്ര പ്രാധാന്യമുള്ളതല്ല. ഇന്ന് നമ്മൾ മാരത്തൺ ഓട്ടം എന്താണെന്നറിയാം, ദീർഘദൂരം ഓടുന്ന കൂട്ടത്തോടെ ഓടുന്നതിനെയാണ് മാരത്തൺ ഓട്ടം എന്ന് പറയുക. ഈ മാരത്തൺ ഓട്ടം, ഈ ഒരു വേർഡിന് പിന്നിലുള്ള ഐതിഹ്യം അല്ലെങ്കിൽ സംഭവ കഥയാണ് ഇവിടെ പറയുന്നത്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടക്കുമ്പോൾ ഗ്രീക്കിൽ നിന്ന് 26 മൈൽ അകലെയുള്ള മാരത്തൺ എന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ഈ മാരത്തണിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടക്കുന്നത്. ഇവിടെ പേർഷ്യയെ തോൽപ്പിച്ച് ഗ്രീക്ക് വിജയിക്കുകയും ഈ വിജയം അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ മാരത്തണിൽ വെച്ച് ഒരു ഭടനെ രാജ്യത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ ഭടൻ 26 മൈലും ഓടിയിട്ട് ഗ്രീസിലെ രാജകൊട്ടാരത്തിലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു. പക്ഷേ ഇത് വിളിച്ചു പറഞ്ഞ് ഇയാൾ മരിച്ചു വീഴുകയാണ്. ഇത്രയും 26 മൈലോളം ദീർഘദൂരമായിട്ട് തുടർച്ചയായിട്ടുള്ള ഓട്ടത്തെ തുടർന്ന് ഇയാൾ മരിച്ചു വീണു. ഈ ഒരു സംഭവ കഥയ്ക്ക് ശേഷമാണ് ഈ ദീർഘദൂര ഓട്ടങ്ങളെ മാരത്തൺ ഓട്ടം എന്ന് പറയുന്നത്. ദെൻ പ്രധാന ചരിത്രകാരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഹെറോഡോട്ടസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസിൻ്റെ പ്രധാന ബുക്കാണ് ദ ഹിസ്റ്ററി. ഹെറോഡോട്ടസിൻ്റെ ഒരു പുസ്തകമാണ് ദ ഹിസ്റ്ററി. ആദ്യ ചരിത്രകൃതിയാണ് ദ ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ പ്രത്യേകത, ലോകത്തെ ആദ്യ ഹിസ്റ്ററി ബുക്ക് അല്ലെങ്കിൽ ചരിത്രകൃതിയാണ് ദ ഹിസ്റ്ററി. ആരുടേതാണ്? ഹെറോഡോട്ടസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദ ഹിസ്റ്ററി എന്ന ബുക്കിലെ പ്രമേയം എന്താണ്? ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളായിരുന്നു. ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവ്, ബുക്ക് ദ ഹിസ്റ്ററി ആദ്യത്തെ ചരിത്രകൃതിയാണ്. ഈ പുസ്തകത്തിലെ പ്രമേയം ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളാണ്. ദെൻ തൂസിഡൈഡസ് അയാളുടെ ഒരു ബുക്കാണ് പ്രാധാന്യം. ബുക്ക് ഹിസ്റ്ററി ഓഫ് പെലോപ്പൊനീഷ്യൻ വാർ എഴുതിയത് തൂസിഡൈഡസ്. ഈ പുസ്തകത്തിലെ പ്രമേയം പേര് പോലെ തന്നെ പെലോപ്പൊനീഷ്യൻ യുദ്ധമായിരുന്നു. തൂസിഡൈഡസ് ബുക്ക് ഹിസ്റ്ററി ഓഫ് പെലോപ്പൊനീഷ്യൻ വാർ, പുസ്തകത്തിലെ പ്രമേയം പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ. ദെൻ ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇത് ഈ ഓർഡറിൽ തന്നെ മനസ്സിലാക്കുക. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ, പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസിൻ്റെ പ്രധാന തത്വമാണ് അറിവാണ് നന്മ. ആരുടെ പ്രധാന തത്വമാണ്? സോക്രട്ടീസിൻ്റെ. സംവാദ രീതിയിലൂടെയാണ് ഇദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സംവാദ രീതിയിലൂടെയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സോക്രട്ടീസിൻ്റെ പ്രധാന ശിഷ്യരായിരുന്നു പ്ലേറ്റോയും സെനഫണും. സോക്രട്ടീസ് പ്രധാന തത്വം അറിവാണ് നന്മ. സംവാദ രീതിയിലൂടെയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ശിഷ്യര് പ്ലേറ്റോ, സെനഫൺ. ദെൻ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോ തുടങ്ങിവെച്ച പഠന കേന്ദ്രമാണ് അക്കാദമി ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേറ്റോ തുടങ്ങിവെച്ച പഠന കേന്ദ്രമാണ് അക്കാദമി. പ്ലേറ്റോയുടെ പ്രധാന പുസ്തകമാണ് റിപ്പബ്ലിക്. പ്ലേറ്റോ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ്. തുടങ്ങിയ പഠന കേന്ദ്രമാണ് അക്കാദമി. പ്ലേറ്റോയുടെ ഇമ്പോർട്ടൻ്റ് പുസ്തകമാണ് റിപ്പബ്ലിക്. ദെൻ പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനാണ്. അരിസ്റ്റോട്ടിലും ഒരു പഠന കേന്ദ്രം തുടങ്ങുന്നുണ്ട്, ലൈസിയം എന്നാണ് പറയുന്നത്. പ്ലേറ്റോയുടേത് അക്കാദമി, അരിസ്റ്റോട്ടിലിൻ്റേത് ലൈസിയം. അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാന പുസ്തകമാണ് പൊളിറ്റിക്സ്. അരിസ്റ്റോട്ടിലിനൊരു അറിയപ്പെടുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അലക്സാണ്ടർ രാജാവിൻ്റെ അധ്യാപകനായിരുന്നു അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനാണ്. പഠനകേന്ദ്രം ലൈസിയം, അരിസ്റ്റോട്ടിലിൻ്റെ ബുക്ക് പൊളിറ്റിക്സ്, അലക്സാണ്ടർ രാജാവിൻ്റെ അധ്യാപകനായിരുന്നു അരിസ്റ്റോട്ടിൽ. ദെൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലിയഡും ഒഡീസിയും.
ഗ്രീക്കിൻ്റെ ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡ്, ഒഡീസി. അതായത് ഗ്രീക്കിൻ്റെ ചരിത്രം പറയുന്ന കാവ്യങ്ങളാണ് ഇലിയഡും ഒഡീസിയും. ഇത് രണ്ടും രചിച്ചതാരാണ്? ഹോമറാണ് ഇലിയഡ്, ഒഡീസി രചിക്കുന്നത്. ഇലിയഡിൻ്റെ പശ്ചാത്തലം വരുന്നത് ഗ്രീക്ക് ട്രോയ് യുദ്ധ പശ്ചാത്തലമാണ്. ഇലിയഡിൽ പറയുന്നത് ഗ്രീക്കും ട്രോയും തമ്മിലുള്ള യുദ്ധ പശ്ചാത്തലമാണ് ഇലിയഡിൽ വരുന്നത്. ഇലിയഡ്, ഒഡീസി ഗ്രീക്കിൻ്റെ ഇതിഹാസ കാവ്യങ്ങൾ രചിച്ചത് ഹോമർ. ഇലിയഡ് ഗ്രീക്ക് ട്രോയ് യുദ്ധ പശ്ചാത്തലമാണ് പറയുന്നത്. ദെൻ ഫിലോസഫി, തത്വചിന്ത എന്ന വേർഡാണ് നോക്കുന്നത്. ഫിലോസഫി എന്ന വേർഡിൻ്റെ ഉത്ഭവം ഗ്രീക്ക് പദങ്ങളായ ഫിലോയും സോഫിയും കൂടിച്ചേർന്നിട്ടാണ്. ഫിലോസഫി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ഫിലോ പ്ലസ് സോഫിയാണ് ഫിലോസഫി. അറിവിനോടുള്ള സ്നേഹമാണ് ഫിലോസഫിയുടെ അർത്ഥം വരുന്നത്. അറിവിനോടുള്ള സ്നേഹം ആണ് ഫിലോസഫിയുടെ അർത്ഥം. ഫിലോ പ്ലസ് സോഫി ഗ്രീക്ക് പദമാണ്. അറിവിനോടുള്ള സ്നേഹമാണ് അർത്ഥം. ദെൻ ഗ്രീക്ക് കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പെർസെപോളിസ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പെർസെപോളിസ്. നിലവിൽ ഇറാൻ എന്ന രാജ്യത്തായിരുന്നു പേർഷ്യ ഉണ്ടായിരുന്നത്. നിലവിൽ നിലവിൽ ഇറാനാണ് അറിയപ്പെടുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് I, സെർക്സ്. പേർഷ്യൻ സാമ്രാജ്യം തലസ്ഥാനം പെർസെപോളിസ്. നിലവിലെ പേർഷ്യൻ രാജ്യം ഇറാനാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെ പ്രമുഖ ഭരണാധികാരികൾ സൈറസ്, ദാരിയസ് I, സെർക്സ്. പേർഷ്യൻ ഭരണ സംവിധാനം നോക്കാം. പേർഷ്യൻ പ്രവിശ്യകളായിട്ട് തിരിച്ചിട്ടാണ് ഭരണം നടത്തിയത്. രാജ്യത്തെ ഒരുപാട് പ്രവിശ്യകളായിട്ട് തിരിച്ചു. ഈ പ്രവിശ്യകളെ പേർഷ്യൻ ഭാഷയിൽ സത്രപ്പി എന്നാണ് പറയുന്നത്. ഓരോ പ്രവിശ്യക്കും ഓരോ ഗവർണർ ഉണ്ടാവും. ഈ ഗവർണർ അറിയപ്പെട്ടിരുന്നത് സത്രപ്പ് എന്നാണ്. സത്രപ്പിയും സത്രപ്പും പേർഷ്യൻ ഭാഷയിൽ പറയുന്നതാണ്. പ്രവിശ്യകളെ സത്രപ്പി എന്ന് പറയും. പ്രവിശ്യകളിൽ ഓരോ ഗവർണർ ഉണ്ടായിരിക്കും. ഈ ഗവർണറിനെ സത്രപ്പ് എന്നും പറയും. ദെൻ സരതുഷ്ട്ര ദർശനം. പേർഷ്യയിൽ നിലനിന്നിരുന്നൊരു മതമാണ് സരതുഷ്ട്ര ദർശനം. ഈ സരതുഷ്ട്ര ദർശനം കൊണ്ട് സ്ഥാപിച്ചതാരാണ്? സരതുഷ്ട്രയാണ്. ഒരു ഏകദൈവത്തിലാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തെ അഹുരമസ്ത എന്ന് പറയും. ഇവരുടെ മതഗ്രന്ഥമാണ് സെൻ്റ് അവസ്ഥ. സരതുഷ്ട്ര ദർശനം പേർഷ്യയിൽ നിലനിന്നിരുന്നൊരു മതമാണ് സരതുഷ്ട്ര ദർശനം. സ്ഥാപകൻ സരതുഷ്ട്ര ഏകദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ പേര് അഹുരമസ്ത. മതഗ്രന്ഥം സെൻ്റ് അവസ്ഥ. ദെൻ ഗ്രീക്ക്, പേർഷ്യൻ കഴിഞ്ഞിട്ട് റോമൻ സാമ്രാജ്യം. റോം നിലവിലെ ഏത് രാജ്യമാണ്? ഇറ്റലിയാണ്. റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നത് നിലവിലെ ഇറ്റലിയിലായിരുന്നു. പേർഷ്യ നമ്മൾ പറഞ്ഞു ഇറാനാണ്. റോം ഇറ്റലിയുമാണ്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് റോമാണ്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം റോം. അന്ന് റോം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ടുള്ള അന്ന് ഉണ്ടായിരുന്നൊരു സംസാരമാണ് എല്ലാ പാതകളും റോമിലേക്ക്. അതൊരു ഇമ്പോർട്ടൻ്റ് അല്ല, അന്നുണ്ടായിരുന്നൊരു സംസാരമാണ് എല്ലാ പാതകളും റോമിലേക്ക്. റോമിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. റോമൻ സാമ്രാജ്യം നിലവിലെ ഇറ്റലിയിലായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് റോമാണ്. റോമൻ സാമ്രാജ്യത്തിൽ രാജഭരണമായിരുന്നു. ആദ്യകാലത്ത് രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. BC 6-ാം നൂറ്റാണ്ടാകുമ്പോൾ അവിടെ റിപ്പബ്ലിക് ആവുന്നു. റോമിൽ ആദ്യം രാജഭരണമായിരുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ആവുന്നു. റിപ്പബ്ലിക് സംവിധാനത്തിലെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് കോൺസൽ എന്നായിരുന്നു. രാജഭരണം കഴിഞ്ഞ് BC 6-ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ആവുന്നു. റിപ്പബ്ലിക് സംവിധാനത്തിൽ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് കോൺസൽ. ദെൻ
ഒരുപാട് കോൺസൽമാർ വന്നു. അതിൽ ഒരു കോൺസലായിരുന്ന ജൂലിയർ സീസർ പിന്നീട് ഒരു ഏകാധിപതിയായിട്ട് മാറുന്നു. റിപ്പബ്ലിക് മാറിയിട്ട് ഒരു ഏകാധിപതിയായിട്ട് മാറുന്നത് കോൺസൽ ജൂലിയർ സീസറാണ്. അതിനുശേഷം വന്ന അഗസ്റ്റസ് ഭരണാധികാരിയുടെ കാലത്ത് പൂർണ്ണമായിട്ടും റോമ ഒരു സാമ്രാജ്യം, ഒരു ഏകാധിപത്യ സാമ്രാജ്യമായിട്ട് മാറുന്നു. അപ്പോൾ റോമിൽ രാജഭരണമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ആവുകയും റിപ്പബ്ലിക് സംവിധാനത്തിൽ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് കോൺസൽ എന്നായിരുന്നു. കോൺസലായിരുന്ന ജൂലിയർ സീസർ പിന്നീട് ഏകാധിപതിയായി മാറുകയും പിന്നീടുള്ള ഒരു ഭരണാധികാരി അഗസ്റ്റസിൻ്റെ കാലത്ത് റിപ്പബ്ലിക് പൂർണ്ണമായിട്ടും റോമ സാമ്രാജ്യമായിട്ട് മാറി. അപ്പോൾ രാജഭരണം വന്നു, ദെൻ റിപ്പബ്ലിക്കായിട്ട് പിന്നെയും അതൊരു ഏകാധിപത്യ സാമ്രാജ്യത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ: യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ച ഒരു വലിയ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. യൂറോപ്പിലും വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ഏഷ്യയിലും എന്നിവിടങ്ങളിൽ വ്യാപിച്ചു. റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയെ പറയുന്നത് പ്രിൻസപ്പ് എന്നാണ്. ചക്രവർത്തിയെ പറയുന്നത് പ്രിൻസപ്പ് എന്നും ഭരണ സംവിധാനത്തെ പറയുന്നത് പ്രിൻസിപ്പേറ്റ് എന്നുമാണ്. പ്രിൻസിപ്പേറ്റ് സംവിധാനം കൊണ്ടുവരുന്നതാരാണ്? അഗസ്റ്റസ് ആണ് പൂർണ്ണമായിട്ടൊരു സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശക്തമായൊരു സൈന്യം റോമിനുണ്ടായിരുന്നു. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു. ചക്രവർത്തിയായിരുന്നു പ്രിൻസപ്പ്. ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ് സംവിധാനം കൊണ്ടുവന്നത് അഗസ്റ്റസ് ആണ്. ശക്തമായൊരു സൈന്യം റോമൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന സാംസ്കാരിക സംഭാവനകൾ. ഫസ്റ്റ് വൺ, അക്യുഡക്റ്റ്. അക്യുഡക്റ്റ് എന്ന് പറയുന്നത് കമാനാകൃതിയിലുള്ള കനാലുകളെയാണ് അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യം സാംസ്കാരിക സംഭാവനകൾ. അക്യുഡക്റ്റ് എന്ന് പറയുന്നത് കമാനാകൃതിയിലുള്ള കനാലുകളെയാണ്. കൊളോസിയം എന്ന് പറയുന്നത് തുറന്ന വേദി, ആംഫി തിയേറ്റർ എന്നൊക്കെ പറയും. കൊളോസിയം, തുറന്ന വേദി, ആംഫി തിയേറ്റർ. ഇവിടെ റോമൻ സാമ്രാജ്യം തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തന്നു. ഇതായിരുന്നു, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആംഫി തിയേറ്റർ, തുറന്ന വേദി. കൊളോസിയം എന്ന് പറയുന്നത് സാംസ്കാരിക സംഭാവനകളിൽ അപ്പോൾ പ്രധാനമായിട്ട് 2 കാര്യമാണ് വരുന്നത്, അക്യുഡക്റ്റും കൊളോസിയവും. ഇന്ത്യയിലേക്ക് വരാം. ഗ്രീക്ക്, പേർഷ്യ, റോം കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ. രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്ര രൂപീകരണം സംഭവിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലോട്ട് ആര്യന്മാരുടെ വരവുണ്ടായി. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച, അതിനുശേഷം ആര്യന്മാർ ഇന്ത്യയിലോട്ട് വരുന്നു. അവർ സിന്ധു ഗംഗ നദീതീരങ്ങളിൽ അധിവാസം തുടങ്ങി. ആര്യന്മാർ സിന്ധു ഗംഗ നദീതീരങ്ങളിലാണ് താമസം തുടങ്ങിയത്. ഇവരുടെ കാലത്ത് വേദങ്ങൾ രചിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആര്യന്മാരുടെ വരവും ഇവരുടെ ഗംഗ സിന്ധു തീരങ്ങളിലുള്ള അധിവാസം, ഈ കാലഘട്ടത്തെ വേദകാലം എന്ന് പറയും. വേദം രചിച്ചിരുന്ന കാലമാണ് വേദകാലം. അങ്ങനെ ഓരോ നദീതീരങ്ങളിൽ കൂട്ടമായി വന്നിട്ട് അവർ സ്ഥിരതാമസം തുടങ്ങി. ഇങ്ങനെ ഒരു സമൂഹം അവിടെ രൂപപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ നഗരങ്ങൾ രൂപപ്പെട്ടു. നദീതീരങ്ങളിൽ നഗരങ്ങൾ രൂപപ്പെട്ടു. ഈ നഗരങ്ങളെയാണ് ജനപദം എന്ന് പറയുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച, അതിനുശേഷം ആര്യന്മാർ ഇന്ത്യയിലോട്ട് വരുന്നു. സിന്ധു ഗംഗ തീരങ്ങളിൽ അവർ അധിവാസം തുടങ്ങുന്നു. അവർ വേദങ്ങൾ രചിച്ചു. അതുകൊണ്ട് തന്നെ വേദകാലം എന്നറിയപ്പെടും. അങ്ങനെ നഗരങ്ങൾ രൂപപ്പെടുന്നു. ഈ നഗരങ്ങളെയാണ് ജനപദം എന്ന് പറയുന്നത്. ജനപദം എന്നതിൻ്റെ അർത്ഥം ജനം അധിവസിച്ച സ്ഥലങ്ങൾ എന്നാണ്. ജനപദം, ജനം അധിവസിച്ച സ്ഥലങ്ങൾ. ഇങ്ങനെ ഒരുപാട് നദീതീരങ്ങളിൽ ഒരുപാട് ജനപദങ്ങൾ ഉണ്ടായി. ഈ ജനപദങ്ങളെല്ലാം ചേർന്നിട്ടാണ് മഹാജനപദം രൂപപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ജനപദങ്ങൾ, ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് മഹാജനപദം എന്ന് പറയും. ഇന്ത്യയുടെ 2ാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് മഹാജനപദങ്ങളുടെ കാലമാണ്.
ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ രണ്ടാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് മഹാജനപദങ്ങളുടെ കാലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ഒന്നാം നഗരവൽക്കരണം പഠിച്ചു. ഇന്ത്യയുടെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരമായിരുന്നു. ഇന്ത്യയുടെ രണ്ടാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് മഹാജനപദങ്ങളുടെ കാലമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിൽ 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? മഗധ, അംഗം, വജ്ജി, മല്ല, മത്സ്യ, കുരു, കമ്പോജം, അശ്മകം, അവന്തി, ശൂരസേന, വേദി, വത്സ, കാന്താരം, കാശി, കോസലം, പാഞ്ചാലം. ഇങ്ങനെ 16 മഹാജനപദങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നോക്കി വെക്കുക. ദെൻ മഗധ. 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായിരുന്നു മഗധ. BC 6-ാം നൂറ്റാണ്ടിലെ പ്രബല ശക്തിയായിരുന്ന ഒരു മഹാജനപദമാണ് മഗധ. മഗധ ഗംഗയുടെ പോഷക നദികളുടെയും സാമീപ്യത്തിലാണ് ഇവർ ജനപദങ്ങൾ രൂപീകരിച്ചത്. ദെൻ ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം ഒരു പ്രധാന സവിശേഷതയായിരുന്നു. അപ്പം മഗധ ഒരു പ്രബല ശക്തിയായി വരാനുള്ള കാരണമാണ് ഗംഗയുടെ പോഷക നദികളുടെ തീരങ്ങളിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗംഗ ഒരുപാട് ജലമുള്ള ഒരു നദിയാണ് ഗംഗ. ഇവിടെ അവർ കൃഷിയും അങ്ങനെ ഒരുപാട് നഗരങ്ങൾ രൂപീകരിക്കുന്നതിനൊക്കെ ഈ നദീതീരം അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം ഒരു വലിയ സവിശേഷതയാണ്. അവർ ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ, കൃഷി ഉപകരണങ്ങളൊക്കെ ഇവർ നിർമ്മിച്ചു. അങ്ങനെ കൃഷിയിലൂടെയും ഇതിലൂടെയൊക്കെ ഇവർ വലിയ പ്രബല ശക്തിയായിട്ട് ഉയർന്നു വന്നു. മഗധ BC 6-ാം നൂറ്റാണ്ടിലെ പ്രബല ശക്തിയായിരുന്ന മഹാജനപദം ഗംഗയുടെ പോഷക നദികളുടെയും സാമീപ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം ഇവരുടെ വളർച്ചയ്ക്ക് പ്രധാന ഒരു ഘടകമായിരുന്നു. മഗധയുടെ തലസ്ഥാനം ശ്രദ്ധിക്കണം. മഗധയുടെ തലസ്ഥാനം ബീഹാറിലെ രാജ്ഗ്രഹ് ആയിരുന്നു. മഗധയുടെ തലസ്ഥാനം. പിന്നീട് അത് മാറ്റി പാടലിപുത്ര എന്നറിയപ്പെടുന്ന പാട്നയിലേക്ക് മാറ്റി. മഗധയുടെ തലസ്ഥാനം ആദ്യം ബീഹാറിലെ രാജ്ഗ്രഹ് ആയിരുന്നു. ശേഷം പിന്നീട് അത് പാടലിപുത്ര എന്നറിയപ്പെടുന്ന പാട്നയിലേക്ക് മാറ്റുകയായിരുന്നു. മഗധയിലെ പ്രധാന ഭരണാധികാരികളാണ് മഹാപത്മനാഭൻ, ബിംബിസാരൻ, ധനനന്ദൻ, അജാതശത്രു. മഗധയിലെ പ്രധാന ഭരണാധികാരികൾ മഹാപത്മനാഭൻ, ബിംബിസാരൻ, ധനനന്ദൻ, അജാതശത്രു. മൗര്യ രാജ്യം. മഗധയെ തകർത്തുകൊണ്ട് അവിടെ ഉയർന്നു വന്ന രാജ്യമാണ് മൗര്യ രാജ്യം. മഗധയ്ക്ക് ശേഷം BC 321 ധനനന്ദന് മഗധയുടെ അവസാനത്തെ രാജാവായിരുന്നു. ധനനന്ദനെ കീഴ്പ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യ മഗധ പിടിച്ചെടുത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. BC 321 മഗധ രാജാവായിരുന്ന ധനനന്ദനെ കീഴ്പ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യ മഗധ പിടിച്ചെടുത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ മൗര്യ രാജ്യം സ്ഥാപിച്ചതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ് എന്നാണ് BC 321. ആരെയാണ് കീഴ്പ്പെടുത്തുന്നത്? ധനനന്ദനെയാണ് കീഴ്പ്പെടുത്തുന്നത്. ദെൻ ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രി ഇമ്പോർട്ടൻ്റ് ആണ്. കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്നറിയപ്പെടുന്ന കൗഡില്യനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രി. കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം, ചാണക്യൻ്റെ ഒരു പുസ്തകമാണ് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം ഒരു രാജ്യഭരണം, രാജാവ്, ഇതൊക്കെ അവരുടെയൊക്കെ രീതികളും എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എഴുതി വെച്ചൊരു പുസ്തകമാണ് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം. മൗര്യരാജ്യം പ്രധാന ഭരണാധികാരികളായിരുന്നു അശോകനും ബിന്ദുസാരനും. മൗര്യരാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു അശോകനും ബിന്ദുസാരനും. അശോകൻ രാജാവിൻ്റെ കാലത്താണ് കാശ്മീരും ഒഡീഷയിലെ കലിംഗയും ഒക്കെ കീഴടക്കുന്നത്. പ്രധാന ഭരണാധികാരികളായിരുന്നു അശോകനും ബിന്ദുസാരനും. അശോകനാണ് രാജ്യം ഒന്നുകൂടി വിപുലമാക്കുന്നത്. കാശ്മീർ കീഴടക്കുകയും ഒഡീഷയിലെ കലിംഗയും ഒക്കെ കീഴടക്കുന്നത് ആരാണ്? അശോകനാണ്. ദെൻ അശോക സ്തംഭം. മൗര്യരാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന അശോകൻ രാജാവ്
ഉണ്ടാക്കിയതാണ് അശോക സ്തംഭങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ് സാരാനാഥിലെ അശോക സ്തംഭം. സാരാനാഥിലെ അശോക സ്തംഭം. ഇതിൽ 4 സിംഹങ്ങളും ഒരു ധർമ്മചക്രവുമുണ്ട്. 4 സിംഹങ്ങളും ധർമ്മചക്രവും. ഇതിനെയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം, ദേശീയ എംബ്ലമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. 4 സിംഹങ്ങളുള്ള ധർമ്മചക്രം ദേശീയ ചിഹ്നമായിട്ട് എടുത്തിട്ടുള്ളത്. അശോക ചക്രത്തിൽ 24 അരക്കാലുകളാണുള്ളത്. അശോക ചക്രത്തിൽ 24 അരക്കാലുകളാണുള്ളത്. ഈ 24 അരക്കാലുകളാണ് നമ്മുടെ പതാകയിൽ മധ്യത്തിൽ വരുന്നത്. നേവി നീല നിറത്തിൽ വരുന്ന അശോക ചക്രം. അപ്പോൾ ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഇനിയുണ്ട്, പാഠപുസ്തകത്തിൽ തന്നതാണ് ഞാൻ തന്നിട്ടുള്ളത്. സാരാനാഥിലെ അശോക സ്തംഭം, 4 സിംഹം, ധർമ്മചക്രം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണിത്. അശോക ചക്രത്തിൽ 24 അരക്കാലുകൾ. പതാകയിലെ മധ്യത്തിൽ നേവി നീല നിറത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ. ഫസ്റ്റ് വൺ ജൈനമതം. ജൈനമതവും ബുദ്ധമതവുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ജൈനമതം. BC 6-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ജൈനമതം ഉണ്ടാവുന്നത്. ഇത് പ്രചരിപ്പിച്ചതാരാണ്? വർദ്ധമാന മഹാവീരനാണ്. ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരുണ്ടാവും. ഇതിൽ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ ജിനൻ എന്നും അറിയപ്പെട്ടിരുന്നു. ജൈനമതം BC 6-ാം നൂറ്റാണ്ടിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് പ്രചരിപ്പിച്ചത്, ജൈനമതം ഉത്ഭവിച്ചു. അതിൽ 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. 24ാമത്തെ തീർത്ഥങ്കരൻ, അതായത് അവസാനത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ഇത് പ്രചരിപ്പിക്കുന്നത്. ജിനൻ എന്നും ഈ വർദ്ധമാന മഹാവീരൻ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ജിനൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ. ജിനൻ ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ. തീർത്ഥങ്കരൻ 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. തീർത്ഥങ്കരൻ എന്നതിൻ്റെ അർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ. തീർത്ഥങ്കരന്മാർ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ. ജൈനമതത്തിൻ്റെ പ്രധാന ആശയം അഹിംസയാണ്. ദെൻ അവർ അനുഷ്ഠിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അതിനെ ത്രിരത്നങ്ങൾ എന്ന് പറയും. ആ ത്രിരത്നങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ദെൻ ബുദ്ധമതം. ബുദ്ധമതം സ്ഥാപിക്കുന്നത് ഗൗതമ ബുദ്ധനാണ്. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ബീഹാറിലെ ബോധ്ഗയ. ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധൻ. യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ, ബീഹാർ. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ, ബീഹാർ. ദെൻ ചാർവക ദർശനം. ഇന്ത്യയിൽ നിലനിന്നിരുന്നൊരു ദർശനമാണ് ചാർവക ദർശനം. ഇതിനെ ലോകായത് എന്നും പറയും. ലോകായത് എന്നും അറിയപ്പെടുന്നത് ചാർവക ദർശനമാണ്. ഇവരുടെ തത്വം എന്തായിരുന്നു? ചാർവക ദർശനത്തിൻ്റെ തത്വമായിരുന്നു വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക. ചാർവക ദർശനം ലോകായത് എന്നും അറിയപ്പെടുന്നു. ഇവരുടെ ചാർവക ദർശനത്തിൻ്റെ തത്വമാണ് വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്. പഠിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഇപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിലെ 3 ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. ഓർത്തെടുക്കാൻ കഴിയുന്നവരെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ലോകത്തെ ആദ്യ ചരിത്രകൃതി ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 2ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? താങ്ക് യു. തുടർന്നുള്ള പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.